നെക്സ്റ്റ് അടുത്ത തിയറം എന്ന് പറയുന്നത് ഈ സെക്ഷനിലെ ലാസ്റ്റ് തിയറമാണ്. ട്രേസ് ആൻഡ് കണക്ടിവിറ്റി ചാപ്റ്ററിലെ ആ സെക്ഷനിൽ ലാസ്റ്റ് തിയറമാണേ. തിയറം നോക്കി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിപ്പോണേ. ഇത് ജി ബി എ ഗ്രാഫ് വിത്ത് എൻ വേർട്ടിസസ് ദെൻ ദ ഫോളോയിങ് ത്രീ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വലൻറ്റ്. അതിൽ അതായത് ഒരു ജി എന്ന് പറയുന്നത് എൻ വേർട്ടിസസ് ഉള്ളൊരു ഗ്രാഫാണ്. അങ്ങനെയാണെങ്കിൽ എന്തോന്നാണെന്ന് പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ താഴെ പറയുന്ന 3 സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തോന്നാണെന്ന് ഇക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് ഇക്വലൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ജി ഈസ് എ ട്രീ എന്ന് ആദ്യം കാണിക്കുക. ദെൻ അടുത്തത് പറയുക ജി ഈസ് ആൻ അസൈക്ലിക് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ്. നെക്സ്റ്റ് പറയേണ്ടത് ജി ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ്. അപ്പോൾ ജി ഈസ് എ ട്രീ എന്ന് പ്രൂവ് ചെയ്യുക, ജി ഈസ് എൻ അസൈക്ലിക് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ് എന്ന് പ്രൂവ് ചെയ്യുക. അടുത്ത് പറയേണ്ടത് ജി ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ് എന്ന് പ്രൂവ് ചെയ്യുക. നമ്മളിത് ഇക്വലൻ്റ് കണ്ടീഷൻസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം 1 implies 2, 2 implies 3, 3 implies 1 അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശരി, നമുക്ക് പ്രൂഫിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1 implies 2, 2 implies 3, 3 implies 1 ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ 1 implies 2, 1 implies 2 മീൻസ് എന്താണ് അർത്ഥം? ജി ഈസ് എ ട്രീ എന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം ജി ഈസ് എ ട്രീ, ട്രീ ആണെന്ന് അസ്യൂം ചെയ്യുക. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ജി ഈസ് എ സൈക്ലിക് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ്. അതായത് ജി ട്രീ ആണെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ജി എന്ന് പറയുന്നത് എസൈക്ലിക് ഗ്രാഫാണെന്നും അതിന് n-1 എഡ്ജസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുക? നമ്മൾ അസ്യൂം ചെയ്തു ജി ഈസ് എ ട്രീ എന്ന് അസ്യൂം ചെയ്തു. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ജി ഈസ് എസൈക്ലിക് ഗ്രാഫ് വിത്ത് n-1 എഡ്ജ്. ഇവിടെ തന്നിട്ടുണ്ടെന്നാണ് ജി എന്ന് പറയുന്നത് ട്രീ ആണ്. ജി ട്രീ ആയതുകൊണ്ട് ജി എന്തോന്നായിരിക്കും? എസൈക്ലിക് ആയിരിക്കുമല്ലോ. എസൈക്ലിക് കണക്റ്റഡ് ആണ്, എസൈക്ലിക്കാണ്. അത് നമുക്കാണല്ലോ. അപ്പോൾ എസൈക്ലിക്ക് കിട്ടി നമുക്ക്. ഇനി നമുക്ക് എന്തോന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? n-1 എഡ്ജസ് ഉണ്ടാവുമെന്നാണ് കിട്ടിയേണ്ടത്. എസൈക്ലിക് ഗ്രാഫാണെന്ന് കിട്ടി. അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? തിയറം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച തിയറം എന്തുവാണ് പറയുന്നത്? ഒരു എസൈക്ലിക് ഗ്രാഫിന് എന്തുണ്ടാവും എന്നാണ് പഠിച്ചത് നമ്മൾ? n-1 എഡ്ജസ് ഉണ്ടാവും എന്ന് പഠിച്ചു. അല്ലെങ്കിൽ ഇതൊരു കണക്റ്റഡ് അല്ലേ? ജി ഈസ് എൻ എസൈക്ലിക് ഗ്രാഫാണ്. അതെന്തോന്നാണ്? കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഒരു തിയറം പഠിച്ചായിരുന്നു. 2.4 ആണ് ഇവിടെ പറയുന്നത്. തൊട്ട് മുന്നേ പഠിച്ച തിയറം 2.4 കണ്ടോ? ഇഫ് ടി ഈസ് എ ട്രീ വിത്ത് n വെർട്ടിസസ് ദെൻ ഇറ്റ് ഹാസ് പ്രിസൈസ്ലി n-1 എഡ്ജ്. ടി എന്ന് പറയുന്നത് ട്രീ ആണെങ്കിൽ വിത്ത് n വെർട്ടിസസ് ആണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? പ്രിസൈസ്ലി n-1 എഡ്ജ്. ട്രീ ആണോ? അതിനെന്തൊന്നുണ്ടായിരിക്കും? n-1 എഡ്ജസ്. ആക്യുറേറ്റ് ആയിട്ട് n-1 എഡ്ജസ് അവിടെ ഉണ്ടായിരിക്കും. കൂടാതെ നമുക്ക് എന്ത് കിട്ടി? എസൈക്ലിക് ആണെന്നും കിട്ടി. നമുക്കതല്ലേ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്? ജി എന്ന് പറയുന്നത് ട്രീ ആണെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ ഗ്രാഫ് ജി ഈസ് എസൈക്ലിക് ആൻഡ് ഹാവ് n-1 എഡ്ജസ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സിമ്പിളാണ്. വേറെ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം തിയറം ഉപയോഗിക്കുന്നുണ്ട്, മുന്നത്തെ തിയറം ഉപയോഗിക്കുന്നുണ്ട്. അതെടുത്ത് പറയണം, നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ എന്താണ് ഷോ ചെയ്യേണ്ടത്? രണ്ടാമത്തെ, അതായത് 2 implies 3, 2 implies 3 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 2 implies 3 എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 എന്താണ് പറയുന്നത്? ജി ഈസ് ആൻ എസൈക്ലിക് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ് ഉണ്ട് എന്നെടുത്തിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ജി ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ജി എസൈക്ലിക് ആണെന്നും ജിന് n-1 എഡ്ജസ് ഉണ്ടെന്നും നമ്മൾ എടുത്തിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ജി ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് എടുക്കുന്നത്? അസ്യൂം ചെയ്യുന്നത് ജി എന്തോന്നാണ്? എസൈക്ലിക് ആണ്, അതിന് n-1 എഡ്ജസ് ഉണ്ട്. അപ്പോൾ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അത് കണക്റ്റഡ് ആണ്, അതിന് n-1 എഡ്ജസ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ. ഓക്കെ, ശരി. അപ്പം നമ്മളിവിടെ അസ്യൂം ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത് എസൈക്ലിക് ഗ്രാഫാണ്. ജി ഈസ് എസൈക്ലിക് ഗ്രാഫാണ്. ഇവിടെ പറഞ്ഞിട്ട് എസൈക്ലിക് ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് നമ്മൾ W ഓഫ് G എന്ന് വെച്ചാൽ എന്തുവാണ്? നമ്പർ ഓഫ് കണക്റ്റഡ് കമ്പോണൻസ് ആണ്. W ഓഫ് G ഉദ്ദേശിക്കുന്നതാണ് നമ്പർ ഓഫ് കണക്റ്റഡ് കമ്പോണൻസ് ആണ് എടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ്, അപ്പോൾ നമുക്കറിയാം W ഓഫ് G ഈക്വൽ
1 ആയാൽ നമുക്ക് എന്ത് പറയാം? ജി ഈസ് കണക്റ്റഡ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡബ്ല്യു ഓഫ് ജി ഈസ് ഈക്വൽ ടു 1 ആയാൽ ജി ഈസ് കണക്റ്റഡ്. നമുക്ക് അങ്ങനെ ഡബ്ല്യു ഓഫ് ജി ഈസ് ഈക്വൽ ടു 1 ആണെന്നാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് എന്തുവാണ്, നമ്മുടെ ഈ ഗ്രാഫ് എസൈക്ലിക്കാണ്. നമ്മുടെ ഗ്രാഫിന് n-1 എഡ്ജസ് ഉണ്ട്. ലെറ്റ് ഡബ്ല്യു ഓഫ് ജി ബി ദി ഡബ്ല്യു ഓഫ് ജി ഡിനോട്ട് ദി നമ്പർ ഓഫ് കണക്റ്റഡ് കമ്പോണൻസ് ഓഫ് ജി എന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചൊരു തീരം, നേരത്തെ തൊട്ട് മുന്നേ പഠിച്ച 2.5 തീരം പഠിച്ചു. എന്തുകൊണ്ട് ഇതെല്ലാം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച തീറംസാണ് എല്ലാം. 2.5 നമ്മളൊരു തീരം പഠിച്ചായിരുന്നേ. എന്താണ് 2.5 പഠിച്ച തീരം? ഇത് കണ്ടോ, ജി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. എ സൈക്ലിക് ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ആൻഡ് k കണക്റ്റഡ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഡബ്ല്യു ഓഫ് ജി ഈസ് ഈക്വൽ ടു k ആണെങ്കിൽ ദെൻ ജി ഹാസ് n-k. നമ്മൾ ഇന്നലെ തന്നെ വേറൊരു സാധനം പഠിച്ചില്ലായിരുന്നോ? q ഈസ് ഗ്രേറ്റർ ദാൻ q ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-k. അതിൻ്റെ എക്സാക്ട് ഫോം, സൈക്ലിക് ഫോമിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ഈ തിയറം നമ്മൾ 2-3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ തിയറം ഓർമ്മ ഉണ്ടായിരിക്കണം ഈ തിയറം കേട്ടോ. അപ്പം ജി ബി എൻ എസൈക്ലിക് ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ആൻഡ് k കണക്റ്റഡ് കമ്പോണൻസ് ഡബ്ല്യു ഓഫ് ജി ഈസ് ഈക്വൽ ടു k ദെൻ ജി ഹാസ് n-k എഡ്ജസ് എന്ന് നമ്മളൊരു തിയറം നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഈ തിയറം നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. ഡബ്ല്യു ഓഫ് ജി എന്ന് പറയുന്നത് എസൈക്ലിക്കാണ്. ഡബ്ല്യു ഓഫ് ജി എന്ന് പറയുന്നത് നമ്മൾ k എന്നെടുത്താൽ, ഓക്കെ, ഡബ്ല്യു ഓഫ് ജി ഈസ് ഈക്വൽ ടു k എന്നെടുത്താൽ അവിടെ എക്സാക്ട്ലി എത്ര എഡ്ജസ് ഉണ്ടാവും? അതായത് അവിടുത്തെ എഡ്ജസ്, നമ്പർ ഓഫ് എഡ്ജസ് ഇസ് ഈക്വൽ ടു n-k ആയിരിക്കും എന്നാണ് ആ തിയറം പറയുന്നത്. പക്ഷേ ഇവിടെ എത്ര എഡ്ജസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? n-1, ദാറ്റ് ഈസ് ഈക്വൽ ടു n-1 എഡ്ജസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് രണ്ടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n-1 ഈക്വൽ ടു k ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഡബ്ല്യു ഓഫ് ജി ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? ജി ഈസ് കണക്റ്റഡ്. ഡബ്ല്യു ഓഫ് ജി ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ജി എന്ന് പറയുന്നത് എന്താണ്? കണക്റ്റഡ് ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജി ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ഇംപ്ലൈസ് 3 പ്രൂവ് ആയി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 1 ഇംപ്ലൈസ് 2 ആക്കി, 2 ഇംപ്ലൈസ് 3 ആക്കി. ഇനി എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? 3 ഇംപ്ലൈസ് 2. എന്താണ് 3 ഇംപ്ലൈസ് 2 എന്ന് പറയുന്നത്? അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, ആദ്യം നിങ്ങൾ ആ തിയറം എഴുതണം. തിയറം നിങ്ങളുടെ നോട്ടിൽ എന്ത് ചെയ്യണം? തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എഴുതണം. സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയതിന് ശേഷമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ ബാക്കിയുള്ള പ്രൂഫ് നിങ്ങൾ വായിക്കാൻ പാടുള്ളൂ. ഈ ബാക്കിയുള്ള പ്രൂഫ് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം അല്ലാതെ നിങ്ങൾ തിയറത്തിൻ്റെ സംഭവം മാത്രം നോക്കിക്കൊണ്ടൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ തിയറം നമ്മുടെ കയ്യിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, നെക്സ്റ്റ് 3 ഇംപ്ലൈസ് 2 എന്ന് പറയുമ്പോൾ 3 ഇംപ്ലൈസ് 2 എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജി ഈസ് കണക്റ്റഡ് ഗ്രാഫ്. അതായത് ജി കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ് ആണെങ്കിൽ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ജി ഈസ് എ ട്രീ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താണ് 3 പറയുന്നത്? ജി ഈസ് കണക്റ്റഡ് ഗ്രാഫാണ് വിത്ത് n-1 എഡ്ജസ്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ജി എന്ന് പറയുന്നത് ട്രീ എന്നാണ് പ്രൂവ് ചെയ്തതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കണക്റ്റഡ് ഗ്രാഫ് എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എന്തും കൂടെ മാത്രം പ്രൂവ് ചെയ്താൽ മതി? അത് എസൈക്ലിക് ആണെന്ന് കൂടെ പ്രൂവ് ചെയ്താൽ മതി. നമുക്കത് ജി എന്ന് പറയുന്നത് എസൈക്ലിക് ആണെന്ന് കൂടെ പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോൺട്രഡിക്ഷൻ നമ്മൾ എന്ത് പറയുമെന്ന് വെച്ചാൽ ജി ഈസ് നോട്ട് എസൈക്ലിക് എന്ന് പറയും. ജി എന്തോന്നല്ല? എസൈക്ലിക് അല്ല, അതായത് സൈക്ലിക്കാണ്. എസൈക്ലിക്കാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ എടുക്കണം. ദിസ് ഈസ് സൈക്ലിക്, ജി ഈസ് സൈക്ലിക്. അപ്പോൾ എന്തുണ്ടായിരിക്കും? ജിയിനകത്തൊരു സൈക്കിൾ ഉണ്ടാവും. ആ സൈക്കിളിനകത്തുള്ള ഒരു എഡ്ജും എന്താവത്തില്ല? ബ്രിഡ്ജ് ആവത്തില്ല. സൈക്കിളിനകത്ത് കുറേ എഡ്ജസ് കാണും. ആ എഡ്ജസ് ഒന്നും എന്താവത്തില്ല? ബ്രിഡ്ജ് ആവത്തില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജീനൊരു സൈക്കിൾ ഉണ്ടാവും. അതിനകത്ത് കുറേ എഡ്ജസ് കാണുമായിരിക്കും. ആ എഡ്ജസ് ഒന്നും എന്തോന്നല്ല? ബ്രിഡ്ജുകളല്ല. അപ്പോൾ എങ്ങനെ പറയും ഇത്? ദെൻ ജി കണ്ടെയ്ൻസ് എ സൈക്കിൾ ആൻഡ് എവറി എഡ്ജ് ഓഫ് ദിസ് സൈക്കിൾ കനോട്ട് ബി എ ബ്രിഡ്ജ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച് എന്താണ് ആ തിയറം പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ തിയറം വെച്ച് നമുക്ക് തിയറം വെച്ചാൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ അങ്ങനെയുള്ള ഒരു എഡ്ജ്, അതായത് ഈ സൈക്കിളിനകത്ത് നിന്ന് ഞാനൊരു സൈക്കിൾ എടുത്തേ, ഇഷ്ടംപോലെ എഡ്ജസൊക്കെ എഡ്ജസും ഒരു സൈക്കിളാണ് ഞാൻ എടുക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഞാനൊരു എഡ്ജ് എടുക്കുകയാണ്. ഒരു ഇ എന്ന് പറഞ്ഞ് ഒരു എഡ്ജ് എടുക്കുകയാണ്. ഓക്കെ, ഒരു എഡ്ജ് എടുക്കുമ്പോൾ ചൂസ് ആൻ എഡ്ജ് എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ എന്തോന്നല്ല? ഈ ഈസ് നോട്ട് എ
ബ്രിഡ്ജ്. ഈ എന്തോന്നല്ല ഒരു ബ്രിഡ്ജ് അല്ല, കാരണം അത് സൈക്കിളിലെ ഭാഗമാണ്. സൈക്കിളിലെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ എഡ്ജ് എന്തോന്നല്ല ഒരു ബ്രിഡ്ജ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഒരു ഈ സൈക്കിളിൽ നിന്നും ഈനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പുതിയൊരു സാധനം കിട്ടും അല്ലേ? ആ ഇ എന്ന് പറയുന്ന എഡ്ജ് പോയി കഴിഞ്ഞിട്ട് പുതിയൊരു സാധനം കിട്ടും. ഇപ്പം ഞാനിവിടെ ഇത് യു എന്നും വി എന്നും എടുത്താൽ ഈ സാധനം ബ്രിഡ്ജ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ യു വി എന്ന് പറഞ്ഞ വേറൊരു പാത്ത് ഉണ്ടാവും അല്ലേ? മനസ്സിലായല്ലോ? ഇതല്ലാതെ വേറൊരു പാത്ത് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ യു വി എന്ന് പറയുന്നത് ഇവിടെയും കണക്റ്റഡാണ്, യു വി ഇവിടെയും കണക്റ്റഡാണ്. അതായത് ജി മൈനസ് ഇയും കണക്റ്റഡാണ്. മനസ്സിലായോ? നമ്മളൊരു ഇത് ശ്രദ്ധിച്ചു വേണം. ജെ എന്നുള്ളത് സൈക്ലിക് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ കോൺട്രഡിക്ഷൻ എടുക്കുകയാണ്. എന്താണ് കോൺട്രഡിക്ഷൻ? അത് സൈക്കിളാണ്, അതിനകത്തൊരു സൈക്കിൾ ഉണ്ടെന്ന് എടുക്കുക. അതായത് സൈക്ലിക് ആണെന്നല്ല, സൈക്ലിക് ആണെന്ന് എടുക്കുക. അതിൽ നിന്നൊരു സൈക്കിൾ എടുക്കുക. നമുക്കറിയാം സൈക്കിളിനകത്ത് ഏതൊക്കെ എഡ്ജ് ഉണ്ടോ അവയൊന്നും എന്തോന്നല്ല ബ്രിഡ്ജല്ല. അങ്ങനെയുള്ളൊരു എഡ്ജിന് ഞാൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇ എന്ന് പറഞ്ഞ എഡ്ജിന് എടുക്കുകയാണ്. അതിന് വേണമെങ്കിൽ ഹൂസ് എൻ്റെ വെർട്ടിസസ് ആർ യുവും ബിയും എടുക്കാം. അപ്പോൾ നമ്മൾ ജി മൈനസ് ഇ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതെന്തോന്നായിരിക്കും? ജി മൈനസ് ഇനകത്ത് ആ എഡ്ജ് ഇ മാറ്റിക്കളഞ്ഞാലും നമ്മുടെ ജി മൈനസ് ഇനകത്ത് ആ യുവും ബിയും പാത്തുണ്ടാവും. അപ്പോൾ ആ യു വി പാത്തുള്ളത് കൊണ്ട് തന്നെ അതിന് മൊത്തത്തിൽ കണക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ? കാരണം അത് ബ്രേക്ക് ആവുന്നില്ല. അപ്പോൾ ജി മൈനസ് ഇയും എന്തോന്നായി മാറി? കണക്റ്റഡായി. ഓക്കെ, ജി മൈനസ് ഇയും കണക്റ്റഡായി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ജി കണക്റ്റഡ് ആണെങ്കിൽ n മൈനസ് 1 എഡ്ജസ് ഉണ്ടാകും അല്ലേ? ജി കണക്റ്റഡ് ആണെങ്കിൽ n മൈനസ് 1 എഡ്ജസ് ഉണ്ടാകും എന്നുള്ള അസംഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജി മൈനസ് ഇ കണക്റ്റഡ് ആണ്. എന്തായിരിക്കും? ജി മൈനസ് ഇ കണക്റ്റഡ് ആണ്. മനസ്സിലായോ? ഇവിടെ നമ്മുടെ അസംഷൻ എടുത്തിരിക്കുന്നത് ജി കണക്റ്റഡ് ആണെങ്കിൽ n മൈനസ് 1 എഡ്ജസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജി മൈനസ് ഇ കണക്റ്റഡ് ആയിരിക്കും. അതായത് ജീൻ്റെ എഡ്ജ് എത്രയാണ്? n മൈനസ് 1. അതിൽ നിന്നും ഒരു മൈനസ് എഡ്ജ് ഒരു എഡ്ജ് കുറയ്ക്കുകയാണ്. n മൈനസ് 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു n മൈനസ് 2 എഡ്ജസ്. അതായത് ജി മൈനസ് 2 ഇനകത്ത് എത്ര എഡ്ജസ് ഉണ്ട്? n മൈനസ് 2 എഡ്ജസ് ഉണ്ട്. ഓക്കെ, ജി മൈനസ് 2വിനകത്ത് n എഡ്ജസ് ഉണ്ട്, n മൈനസ് 2 എഡ്ജസ് ഉണ്ട്. പിന്നെ എത്ര വെർട്ടിസസ് ആണ് ഉള്ളത്? n വെർട്ടിസസ് ആണ് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? ജി മൈനസ് ഇനെ കണക്റ്റഡ് എന്ന് കിട്ടി. നമ്മുടെ അസംഷൻ വെച്ചിട്ട് ജി മൈനസ് ഇ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ n മൈനസ് 2 എഡ്ജസ് ഇവിടെ ഉണ്ടാകും വിത്ത് n വെർട്ടിസസ്. പക്ഷെ നമ്മൾ തൊട്ട് മുന്നേ ഒരു തീരം പഠിച്ചില്ലായിരുന്നോ? എന്താണ് പഠിച്ചത്? ഒരു കണക്റ്റഡ് ഗ്രാഫ് എടുത്താൽ തൊട്ട് മുന്നേ നമ്മൾ തൊട്ട് മുന്നില്ലല്ലോ, അറ്റ്ലീസ്റ്റ് 2 നിന്ന് പഠിച്ചില്ലായിരുന്നു ഒരെണ്ണം. തിയറം എബോവ് കൊറോളറി ഞാൻ തൊട്ട് മുന്നേ പഠിച്ചു, അതായിരുന്നു എബോവ് കൊറോളറി. ഒരു കണക്റ്റഡ് ഗ്രാഫ് ജി കണക്റ്റഡ് ആണെന്ന് പറയണമെങ്കിൽ, ഒരു ജി കണക്റ്റഡ് ആണെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് n മൈനസ് 1 എഡ്ജസ് ഉണ്ടാകണം. അറ്റ്ലീസ്റ്റ് n മൈനസ് 1. ഇവിടെ ജി മൈനസ് ഇ കണക്റ്റഡ് ആണേ. ജി മൈനസ് ഇ കണക്റ്റഡ് ആണെങ്കിൽ ജി മൈനസ് ഇ കണക്റ്റഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിന് എത്ര വെർട്ടിസസ് ഉണ്ട്? n വെർട്ടിസസ് ഉണ്ടെങ്കിൽ ഇത് ജി മൈനസ് ഇ കണക്റ്റഡ് ആണെങ്കിൽ എത്ര വെർട്ടിസസ് ജി മൈനസ് ഇ കണക്റ്റഡ് എന്നാണ് കിട്ടിയത് നമുക്കിവിടെ. വിത്ത് n വെർട്ടിസസ് ആണ് ഉള്ളത് ഇതിനകത്ത്. ഇത് കണക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇനി n മൈനസ് 1 എഡ്ജസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് n മൈനസ് 1 എഡ്ജസ് എങ്കിലും ഉണ്ടാവണം. പക്ഷെ നമുക്ക് കിട്ടിയത് എത്രയാണ്? n മൈനസ് 2 എഡ്ജസ് ആണ് ജി മൈനസ് ഇനകത്തുള്ളതെന്നാണ് കിട്ടിയത്. n മൈനസ് 2 എന്ന് പറയുന്നത് n മൈനസ് 1 ചെറുതാണ്. ഒരിക്കലും അതെന്തോന്നല്ല, പോസിബിൾ അല്ല. മനസ്സിലായോ? നമുക്ക് വേണ്ടത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച് കൊറോളറി വെച്ചിട്ട് ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണെങ്കിൽ ഇതിന് എത്ര വെർട്ടിസസ് ഉണ്ടോ ആ വെർട്ടിസസിൽ നിന്നും ഒന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന അത്രയും നമ്പറെങ്കിലും എന്തുണ്ടാവണം? എഡ്ജസ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് കണക്റ്റഡ് അല്ല. മനസ്സിലായോ? നമ്മൾ നേരത്തെ പഠിച്ച കൊറോളറി അതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ജി മൈനസ് ഇ കണക്റ്റഡ് ആണെന്ന് പറയണമെങ്കിൽ അതിന് n വെർട്ടിസസ് ഉണ്ട്. n വെർട്ടിസസ് ഉള്ളത് കൊണ്ട് n മൈനസ് 1 എഡ്ജസ് ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ എത്ര എഡ്ജസേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? n മൈനസ് 2 എഡ്ജസേ ഉള്ളൂ എന്ന്. അതായത് ഈ n മൈനസ് 1 എന്ന് പറയുന്നത് n മൈനസ് 2വിനേക്കാളും ചെറുതാണ്. അല്ല, n മൈനസ് 2 എന്ന് പറയുന്നത് n മൈനസ് 1നേക്കാളും ചെറുതാണ്. ദാറ്റ് മീൻസ് ദാറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ അസംഷൻ എടുത്തത്? എ ഈസ് ആൻ അസൈക്ലിക് ഗ്രാഫ് എന്നല്ല എടുത്തത്, സൈക്ലിക് എന്നാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു സൈക്കിൾ അവിടെ ഉണ്ടാവത്തില്ല. സൈക്കിൾ ഉണ്ടായാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും.
അപ്പോൾ അത് എസൈക്ലിക്കാണ്. എസൈക്ലിക്കാണ്, കണക്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് ജി ഈസ് എ ട്രീ. മനസ്സിലായി? ഇതിൽ ഒരു തിയറം ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഓർത്ത് വെച്ചാണ് ഓരോ തിയറം നമ്മൾ തൊട്ട് പിന്നെ പഠിച്ച തിയറവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. നമ്മൾ ഇതോടുകൂടി ഈ സെക്ഷൻ 2.2 തീരും. നമ്മുടെ എക്സാമിന് ഈ 2.2 വരെ ഉണ്ടാവും കേട്ടല്ലോ. ഈ തിയറം വരെ ഉണ്ടാവും. അപ്പോൾ അതുവരെയുള്ള നോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് മൺഡേ തന്നെ കാണിക്കണം തന്നെ.